ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും സച്ചിയുടെ കൂട്ടുകാരനെയും ആ ഒരു പാർട്ടി പ്രവർത്തകനെയൊക്കെയാണ്. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകന്റെ നേതാവ് പറയാണ്, അത് പിന്നെ എല്ലാവരും ഓക്കെ ആയോ, 250 പേരും റെഡിയായോ? അത് പിന്നെ 250 പേര് തികയ്ക്കാൻ വേണ്ടി 2 പേരും കൂടെ വേണം, 2 ജോഡിയും കൂടെ വേണം. ഓഹോ, ഫ്രീ ആയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആളുകൾ വരുന്നില്ലേടോ എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ സച്ചിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അപ്പൊ സച്ചിനെ കണ്ടതും, അല്ല ഇയാളാരാ? അത് പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ടാ സാർ, ഓട്ടോ ഡ്രൈവറാ. ആ, അപ്പൊ പിന്നെ ഇവനെ പിടിച്ചൊരു വരനാക്ക്, അപ്പം പ്രശ്നമില്ലല്ലോ. അയ്യോ സാറേ, ഞാൻ കല്യാണം കഴിച്ചതാ എന്നിങ്ങനെ സച്ചു പറഞ്ഞു. ഏയ്, ഇതൊക്കെ ഒരു കണക്കിന് വേണ്ടിയല്ലേ. നീ നിന്റെ ഭാര്യനെ കൂട്ടി വന്ന് ഒരിക്കൽ കൂടി കല്യാണം കഴിക്ക്. ഒരു തവണ കല്യാണം കഴിച്ചപ്പോഴേ ജീവിതം ബ്രേക്ക് ഇല്ലാത്ത ഓട്ടോ പോലെയായി. ഇനി വേണ്ട സാർ, മടുത്തു. സത്യം പറയാലോ, കല്യാണം കഴിക്കാൻ ആളുകൾക്ക് മടി. ഫ്രീ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുന്നു പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ്, പത്രത്തിൽ പരസ്യം കൊടുക്ക്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് എല്ലാവരും ഒഴുകി വരും. അതിന് ഞങ്ങൾ ഇവിടെ കോടതിയല്ലല്ലോ നടത്തുന്നത്. ഏതായാലും കല്യാണത്തിന് 250 ജോഡി തികച്ചില്ലെങ്കിൽ നിന്റെ തൊലി ഞാൻ ഉരിയും കേട്ടോ അനൂപേ. അത് പിന്നെ ഉറപ്പായിട്ട് 250 തികയ്ക്കും സാറേ. 2 ദിവസം ഉണ്ടല്ലോ. ആ, വധൂവരന്മാർക്ക് കഴുത്തിലിടാനുള്ള മാലയ്ക്ക് ഓർഡർ കൊടുത്തിരുന്നോ? ആ, 500 മാലയ്ക്ക് ഓർഡർ കൊടുത്തിരുന്നു. ഇവിടെ അടുത്ത് പൂക്കട നടത്തുന്ന മണിക്കുട്ടനായിരുന്നു ഓർഡർ കൊടുത്തത്. 2 ദിവസമായിട്ട് അവൻ പൂക്കട തുറക്കുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നുമില്ല. ഓഹോ, അപ്പം അതിന്റെ കാര്യത്തിലും തീരുമാനം ഇല്ലല്ലേ? അത് പിന്നെ കുറച്ചു മുമ്പ് പോലും ഞാൻ വിളിച്ചതേ ഉള്ളൂ. അല്ല, അവൻ എന്താ പറ്റിയത്? അത് പിന്നെ അവന് ഒരു പെണ്ണിനെ കൂട്ടി ഒളിച്ചോടിപ്പോയതായിട്ട് സംസാരമുണ്ട്. അവന് ഒളിച്ചോടിപ്പോയിന്നാ തോന്നുന്നത്. ഇനിയിപ്പം ഓർഡർ ചെയ്ത മാല കിട്ടില്ലേ എന്നൊരു സംശയം. എന്താണ് പറഞ്ഞത്? മാല കിട്ടില്ലെന്നോ? ദേ, എന്റെ തനി സ്വഭാവം ഞാൻ വെളിയിലിറക്കും. അവൻ ആ പെണ്ണിനെയും കൊണ്ട് ഹണിമൂൺ ആഘോഷിക്കുമായിരിക്കും. നീ ചെന്നിട്ട് മാല തരുന്ന വിശ്വാസത്തിൽ നീ ഇരുന്നവിടെ. നീ ചെന്നിട്ട് മാലയും കിട്ടാൻ പോകുന്നില്ല, ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഹണിമൂൺ ആഘോഷിക്കുന്നവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ലല്ലോടാ. ഇതേ എന്റെ അഭിമാന പ്രശ്നമാ. 250 മാല, സോറി 500 മാല. ആ 500 മാല കിട്ടിയിരിക്കണം. എന്റെ രാഷ്ട്രീയ ജീവിതം തീരുമാനിക്കുന്നത് ഈ ഫംഗ്ഷനാ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നടക്കണം. നിന്നെ അടക്കം എല്ലാത്തിനെയും ഞാൻ തല കീഴായിട്ട് കെട്ടി തൂക്കി തോലുരിയും. അത് പിന്നെ അവൻ ഓടിപ്പോയത് ഞാൻ എന്ത് ചെയ്യാനാ സാറേ? നീ അവനെ ഓടിപ്പോവാൻ അനുവദിക്കരുതായിരുന്നു. നീ എപ്പോഴും പുറകെ നടക്കണമായിരുന്നു. 2 പേരെയും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് കല്യാണം നടത്തി കഴിഞ്ഞാല് നമുക്കൊരു ജോഡീനെ കിട്ടുമായിരുന്നില്ലേ? അത് പിന്നെ അവര് പ്രണയത്തിലായിരുന്നു. നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച വീട്ടുകാര് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് ഓടിപ്പോയതാ സാർ. ഇതിപ്പോ ഏതാണ്ട് മറ്റടുത്ത പരിപാടിയായി പോയല്ലോടോ. എനിക്കൊന്നും അറിയണ്ട. എനിക്ക് കറക്റ്റ് 500 പൂമാല കിട്ടിയിരിക്കണം. അതിനെന്താ വഴിയെന്ന് നീ ആലോചിക്കുക. ആ, മാല കിട്ടിയില്ലെങ്കിൽ കല്യാണം നടക്കാൻ പറ്റില്ല. അറിയാലോ കല്യാണം നടത്താൻ പറ്റില്ലെന്ന്. ഇപ്പൊ ഓർഡർ കൊടുത്താൽ 500 മാല കെട്ടിത്തരാൻ ആരെക്കൊണ്ട് പറ്റും? നശിപ്പിച്ചില്ലേ നീയൊക്കെ. ഇനി മാലയ്ക്ക് എവിടെ പോകാനാ? എന്റെ ഈശ്വര, ഇവനെയൊക്കെ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാന്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അനൂപ് സച്ചിയോട് പറഞ്ഞത്, സച്ചി, നിന്റെ വൈഫിന് പൂക്കടയുണ്ടല്ലോ, രേവതി മാല കെട്ടൂല്ലോ. ആ സാറേ, ദേ ഇവന് ഓർഡർ കൊടുത്താലേ പൂമാല കെട്ടിത്തരും. അപ്പോഴാണ് പെട്ടെന്ന് നേതാവ് പറഞ്ഞത്, ആണോ? ആ അതെ സാറേ. എടാ, മറ്റന്നാള് ഒരു 500 മാല കെട്ടിത്തരാൻ പറ്റുവോടാ? എടാ പറയടാ, ഇല്ലാന്ന് പറയല്ലേടാ. അത് പിന്നെ 500 മാല ഞാന് വൈഫിനോട് ചോദിക്കട്ടെ. വൈഫിനോട് ചോദിക്കുന്നത് എന്തിനാടാ? 500 മാല കെട്ടി എത്ര രൂപ കിട്ടാൻ പോകുന്നതാ? അതുകൊണ്ട് നീ വാക്ക് കൊടുക്ക്. എന്നാ പിന്നെ 500 മാല കെട്ടിത്തരാം എന്നിങ്ങനെ നമ്മുടെ സച്ചു വാക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നേതാവ് പറഞ്ഞു, ദേ അനിയ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, പിന്നെ മാറരുത് കേട്ടോ. കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 500 മാല കെട്ടിത്തരാൻ പറ്റൂലോ അല്ലെ? 2 ദിവസം കൊണ്ട് 500 മാല കെട്ടുക എന്ന് പറഞ്ഞാൽ റിസ്കാ. അയ്യോ, എന്റെ ഭാര്യ സൂപ്പറായിട്ട് മാല കെട്ടും സാറേ. അവള് കണ്ണടച്ചു വരെ മാല കെട്ടും. എന്നാലേ അനൂപെ, നീ പോയി 25,000 രൂപ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അനൂപിനെ ഒരു 25,000 രൂപ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നേതാവ് പറഞ്ഞു, അതെ സച്ചി, എനിക്ക് നിന്നെ മുൻപരിചയമൊന്നുമില്ല. അനൂപ് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഓർഡർ തരുന്നത്. സമയം കുറച്ചേ ഉള്ളൂ. മറ്റന്നാൾ രാവിലെ 10:30 മുഹൂർത്തം. ഒരു 9 മണിക്കെങ്കിലും ഓഡിറ്റോറിയത്തിൽ മാല എത്തിയിരിക്കണം. അത് പിന്നെ എത്തിച്ചിരിക്കും സാർ, ഉറപ്പായിട്ടും എത്തിച്ചിരിക്കും. എന്റെ ഭാര്യ മാല കെട്ടുന്നതിൽ ഫേമസാ. അവള് സൂപ്പറായിട്ട് മാല കെട്ടും.
മറ്റന്നാള് ഒരു 500 മാല ഉറപ്പായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കും. ഇത് സച്ച് തരുന്ന വാക്കാ. വാക്ക് മാറല്ലേ. വാക്കു മാറിയാലേ ഞാനും അങ്ങ് മാറും. ദേ ഇത് 25,000 രൂപയുണ്ട്, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും 25,000 രൂപ കണ്ടപ്പോ തന്നെ സത്യത്തിൽ നമ്മുടെ സച്ചി ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ ആ നേതാവ് അനൂപിനോട് പറയുന്നുണ്ട്, അതെ മറ്റൊരുക്കങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയായിക്കോണം. അപ്പൊ അനൂപ് നമ്മുടെ സച്ചിയോട് പറഞ്ഞു, ബാ സച്ചി എന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സച്ചിനെ വിളിച്ചോണ്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. സച്ചിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഒരു സന്തോഷം നമ്മുടെ സച്ചിക്ക് വേറെ ഉണ്ടോ? ഭാര്യയ്ക്ക് ഒരു 25,000 രൂപ നേരെ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ നമ്മുടെ അനൂപിനോട് പറയാണ് സച്ചി, താങ്ക്സ് അനൂപേ, നീ എനിക്ക് വലിയൊരു ഓർഡർ പിടിച്ചു തന്നല്ലോ. എടാ ഡാൻസ് ഒക്കെ കൊള്ളാം, ടൈമിന് മാല എത്തിച്ചില്ലെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അറിയാലോ അയാളുടെ സ്വഭാവം, നീ കണ്ടതല്ലേ. അത് പിന്നെ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് എത്തിക്കും. നീ സമാധാനമായിട്ട് ഇരിക്കുക. ഉറപ്പായിട്ട് ഞാൻ മറ്റന്നാള് 500 മാല എത്തിച്ചിരിക്കും. അത് ഈ സച്ചി തരുന്ന വാക്കല്ലേ എന്ന് പറയാണ്. ഈ സമയത്താണ് നമ്മുടെ സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് വേഗം ഓടി ചെല്ലുകയാണ്. അപ്പൊ രവീന്ദ്രന്റെ ദേഹത്തേക്ക് ഒരു ഒറ്റ ഇടി. നമ്മുടെ രവീന്ദ്രൻ എന്തോ പെട്ടെന്ന് അങ്ങ് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി കയറി അങ്ങ് പിടിച്ചു കേട്ടോ. എന്താടാ സച്ചി നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ കണ്ണ് കാണത്തില്ലേ? അത് പിന്നെ കണ്ണൊക്കെ കാണാം. അതെ ഞാൻ പെട്ടെന്ന് കയറി വന്നതേ. രേവതിനെ ഒന്ന് വിളിച്ചേ പ്ലീസ് അച്ഛാ, ഒന്ന് വിളിക്കേ. എന്താ നിനക്ക് നാക്കില്ല? നീ വിളിക്ക്. ഷോ എന്താ അച്ഛാ ഇത്, ഒന്ന് വിളിക്കേ. ഞങ്ങൾ തമ്മിൽ പൂട്ടിയാന്ന് അറിയത്തില്ലേ, ഒന്ന് വിളിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ, മോളെ രേവതി ഇങ്ങ് വന്നേ എന്നിങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട്, എന്താ അച്ഛാ? അത് പിന്നെ ഇവനാ എന്നെ വിളിപ്പിച്ചത്, ഇവൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് എന്നോട്. അത് പിന്നെ അച്ഛാ, എനിക്ക് ഇവളോട് പറയാനുള്ളത് അച്ഛനോട് പറയാം. മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ആഹാ, അപ്പൊ ഞാന് ഈ പറഞ്ഞ കാര്യം രേവതിയോട് പറയണമല്ലേ? രേവതി പറഞ്ഞത് കേട്ടല്ലോ, മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. പോരെ? കേട്ടു വച്ചാ. അപ്പൊ നീ പറയുന്നത് ഞാൻ ഇവനോടും പറയണോ? പറയണം. എന്ത് ഓർഡറാ? മാല കല്യാണത്തിനാണോ മറ്റെന്തെങ്കിലും വിശേഷത്തിനാണോന്നും എത്ര മാല വേണമെന്നും ഒക്കെ പറയച്ചാ. ആ ഓക്കെ ഓക്കെ. അല്ല സച്ചി കേട്ടില്ലേ, എത്ര മാല വേണം? കല്യാണത്തിനാണോ എന്തിനാണ്? പറ പറ പറ, നീ പറ എന്നിങ്ങനെ പറയാം. അപ്പൊ സച്ചി പറഞ്ഞു, അത് പിന്നെ ഒരു 500 മാല വേണം. 500 മാലയോ എന്ന് രേവതി. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു കേട്ടില്ലേ, 500 മാലയോന്ന്. 500 മാല വേണം കല്യാണത്തിനാ. കല്യാണത്തിന് 500 മാലയുടെ ആവശ്യമില്ലല്ലോ അച്ഛാ. അല്ല ഒരു ജോഡിക്ക് 2 മാല പോരെ? കല്യാണത്തിന് 2 മാലയല്ലേ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. അത് പിന്നെ അച്ഛാ, ഇതേ 500 പേരുടെ കല്യാണം, 500 പേരുടെ കല്യാണം, അതായത് 250 ജോഡികളുണ്ട്. അപ്പൊ 500 മാലകൾ വേണമല്ലോ. അത് പിന്നെ അച്ഛാ, ഞാനേ ഇന്ന് എന്റെ കൂട്ടുകാരൻ അനൂപിനെ കണ്ടായിരുന്നു. അച്ഛനറിയില്ലേ, പണ്ട് എന്റെ കൂടെ പഠിച്ചവൻ. ഓ ചെറിയൊരു ഓർമ്മയുണ്ടാ. അവനെ ഇപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നേ. അപ്പൊ അതുകൊണ്ട് അവന്റെ നേതാവ് ഒരു 250 പേരുടെ വിവാഹം നടത്തുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് മാല ആവശ്യമാണ്. 500 മാല, 250 പേർക്ക് 500 മാല. ആ 500 മാല കെട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് ഇവക്ക് പറ്റുമെന്ന് ഇവളോട് ചോദിക്കച്ചാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു കേട്ടല്ലോ, രേവതി നിന്നെ കൊണ്ട് പറ്റുമോ 500 മാല? അപ്പൊ കല്യാണത്തിനാ പറ്റുമോ? അത് പിന്നെ അച്ഛാ, ഇപ്പൊ പെട്ടെന്ന് ഒരു 500 മാല കെട്ടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ദിവസത്തിനുള്ളിൽ അതൊക്കെ ഏറ്റിട്ട് വരാൻ ആരാ പറഞ്ഞത്? അതൊക്കെ പെട്ടെന്ന് കെട്ടാൻ പറ്റുമോ? അപ്പോഴേക്ക് നമ്മുടെ സച്ചി അപ്പുറം എന്ന് പറയാ, അത് പിന്നെ ഇവള് വലിയ എക്സ്പെർട്ട് അല്ലേ പൂകെട്ടല്ല. പിന്നെ ഈ 500 മാല കിട്ടുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? വലിയ പൂകെട്ടലുകാരിയാന്നല്ലേ പറയുന്നത്. പിന്നെ 500 മാലക്ക് സിമ്പിൾ ആയിട്ട് കെട്ടാന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ സച്ചി പറഞ്ഞ കേട്ടല്ലോ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ വെച്ചാ 500 മാലയൊക്കെ സിമ്പിൾ ആയിട്ട് കെട്ടാൻ പറ്റത്തൊന്നുമില്ല. 500 മാല കെട്ടണമെങ്കിൽ അത്ര സമയം വേണ്ടി വരും. പിന്നെ കുറച്ചു പേരെയും കൂടെ ഒപ്പിക്കുകയാണെങ്കിൽ നോക്കട്ടെ കിട്ടിത്തരാൻ പറ്റുമോന്ന്. എന്നാ ദാ പിടിക്കച്ച, ദേ അഡ്വാൻസ് 25,000 രൂപയുണ്ട്. അല്ല ഇതെനിക്ക് എന്തിനാടാ? ഞാനല്ലല്ലോ മാല കെട്ടുന്നത്, രേവതിയല്ലേ മാല കെട്ടുന്നത്. അപ്പം എനിക്കല്ലല്ലോ ഇത് തരേണ്ടത്. അത് പിന്നെ അച്ഛൻ കൊടുക്ക് വെക്ക്. എങ്കിൽ പിന്നെ ഇങ്ങതാ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ മേടിച്ച് രേവതിക്ക് ആ ഒരു മാല കെട്ടാനുള്ള ആ ഒരു അഡ്വാൻസ് കൊടുക്കുകയാണ് കേട്ടോ. 25,000 രൂപയുണ്ടേ. ഏതായാലും ഭയങ്കര സന്തോഷമായി. ഇവരുടെ നടുക്ക് സംസാരിച്ച രവീന്ദ്രനും അത്രയോ രൂപ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല മൊത്തം എത്ര രൂപ വരുന്നു ചോദിക്കച്ചാ. അത് പിന്നെ എല്ലാ ദിവസവും ഒരേ റേറ്റ് അല്ല അച്ഛാ, വിശേഷ ദിവസങ്ങൾക്കനുസരിച്ച് റേറ്റുകൾക്ക് വ്യത്യാസം വരും. ഈ ഓണം, വിഷു, നവരാത്രി. അച്ഛാ നിർത്താൻ പറയച്ചാ, മതി. ഇപ്പോഴത്തെ വില കറക്റ്റ് പറയാൻ പറ അവളോട്. അത് പിന്നെ ഇപ്പോഴത്തെ വില എത്രയാ രേവതി? അത് പിന്നെ ചുരുങ്ങിയത് 1,000 രൂപയെങ്കിലും വരും മാലയ്ക്ക്.
500 മാലയ്ക്ക് 5 ലക്ഷം രൂപ. എന്നാ പിന്നെ സമൂഹ വിവാഹമല്ലേ, നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം. എടാ പറഞ്ഞത് കേട്ടല്ലോ. ആഹാ, അത് പിന്നെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ല, വലിയ ഓർഡർ അല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ അച്ഛാ, വലിയ ഓർഡർ തന്നെയാ. ദേ, ഒരുത്തൻ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടല്ലേ മോശം പേരല്ലേ കിട്ടുന്നേ. പക്ഷേ ഇവിടെ ഒരുത്തൻ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയത് കൊണ്ട് നമുക്ക് നല്ല പേര് കിട്ടി, നമുക്ക് വലിയ ഓർഡറും കിട്ടി. എന്താ അല്ലേ? ഇങ്ങനെയുള്ള ഗുണമുള്ള ഒക്കെ ഒളിച്ചോട്ടമാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛാ എപ്പോഴാ മാല കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാ അച്ഛാ. അത് അത് പിന്നെ അച്ഛാ, മറ്റന്നാൾ രാവിലെ ഒരു 9 മണിക്കെങ്കിലും കൊടുക്കണം അച്ഛാ. ഏ, മറ്റന്നാളോ? 9 മണിക്കോ? അത് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ രേവതി, പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്ട് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൂട്ടുകാരെ വിളിക്കേണ്ടി വരും, അവർക്കൊക്കെ കൂടി പൈസയും കൊടുക്കേണ്ടി വരും, പിന്നെ അവർക്ക് ഓട്ടോ കൂലിയും കൊടുക്കണം. കാരണം ഓട്ടോയിലാണല്ലോ അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്, പിന്നെ പൂ മേടിക്കാൻ വേണ്ടി പോകണം, അപ്പൊ അതിനൊക്കെ അങ്ങനെ ഇങ്ങനെ ചെലവാകും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ ഓട്ടോ കൂലി കുറച്ച് മേടിക്കുന്ന ഒരു ഓട്ടോക്കാരനെ എനിക്കറിയാച്ചാ എന്നിങ്ങനെ പറഞ്ഞപ്പോ, അതാരാ? അത് ഞാൻ തന്നെ, ഞാനുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്നാ പിന്നെ ഓക്കെ, സെറ്റ് ആക്കാച്ചാ എന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു വലിയൊരു ഓർഡർ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഒറ്റയടിക്കാൻ 1,00,000 രൂപ നമ്മുടെ രേവതിയുടെ കയ്യിൽ വരാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പരിപാടി തീർന്നല്ലോ, ഇനി ഞാൻ അങ്ങ് പോവുക എന്നും പറഞ്ഞങ്ങ് മാറിപ്പോയി. അപ്പൊ രേവതി സച്ചി ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നില്ലെങ്കിലും പുറം തിരിഞ്ഞ് നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാ, മടുത്തു ശ്രുതി, ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓട്ടോ വിളിച്ചു പോകാം. ഓട്ടോ വിളിച്ചു പോകാനോ? വേണ്ട, ഓട്ടോ വിളിച്ചു പോകാന് ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രുതിയുടെ കയ്യിൽ പൈസ ഉണ്ടോ? എന്റെ കയ്യിൽ പൈസ ഇല്ല, നിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. ഇപ്പൊ ആ പൈസ കയ്യിലിരിക്കട്ടെ, നമുക്ക് നടന്നു പോകാം. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാർ ഉടനെ തന്നെ മേടിക്കണം ശ്രുതി. കാറ് മേടിക്കാനോ പൈസ ഉണ്ടോ? അത് പിന്നെ കാറ് മേടിക്കണം, കാറ് മേടിച്ചേ പറ്റൂ. ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കണം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അതെന്തിനാ ഇപ്പൊ ഇന്റർനാഷണൽ ലൈസൻസ്? അത് പിന്നെ കാനഡയ്ക്ക് പോകുമ്പം ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെ. എന്റെ പൊന്നു ശ്രുതി നിർത്ത്. എന്തിനാ വെറുതെ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയുന്നത്? ആദ്യം സ്വന്തം നാട്ടിലൊരു ജോലി കണ്ടെത്താൻ നോക്ക്, എന്നിട്ട് പോരെ കാനഡയിലെ ജോലിയൊക്കെ. അതെ, സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സുഖം ഏത് കാനഡയിൽ പോയാലും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ എന്നിട്ട് തോന്നില്ല. അതെ, നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ പ്രശ്നമില്ലല്ലോ, ഞാൻ നിന്നെയും കൂടെ കൊണ്ടുപോകാം. അതിന് 10-14 ലക്ഷം രൂപ വേണ്ടേ? അത് നിന്റെ അച്ഛനോട് ചോദിക്കാൻ അമ്മ പറഞ്ഞില്ലേ. തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ചെന്ന് അച്ഛനോട് പൈസ ചോദിക്കാൻ നാണമില്ലേ? അല്ല, സുധീനെ കുറിച്ച് എന്ത് വിചാരിക്കും? അത് പിന്നെ എന്നെ കുറിച്ച് ഈ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, അത് സാരമില്ല. നമുക്കിപ്പം ഇമ്പോർട്ടന്റ് ജോലിയാണല്ലോ. അപ്പൊ പിന്നെ നാണം കിടന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ദേ, ആരാണ്ട് വീട്ടിലെ ഇരിക്കുന്ന ഭക്ഷണം കണ്ടിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് കൈ കഴുകരുത്, അത് ശരിയല്ല. ശ്രുതി, ഈ ഭക്ഷണവും ക്യാഷും തമ്മിൽ എന്താ ബന്ധം? ഞാൻ നിന്റെ അച്ഛനോട് ക്യാഷ് ചോദിക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ ആരാണ്ട് വീട്ടിലെ ഭക്ഷണം കിട്ടി ഞാൻ കൈ കഴുകിയൊന്നുമില്ലല്ലോ. ഓ, ശ്രുതിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രുതിക്ക് ഒന്നും മനസ്സിലാവില്ല. സത്യം പറഞ്ഞ ശ്രുതി വെറും പൊട്ടനാ. ഞാനോ പൊട്ടനോ? എന്റെ പൊന്നു ശ്രുതി, ചോദിക്കുമ്പം 1 ലക്ഷം രൂപ കൂട്ടി ചോദിക്കണം കേട്ടോ. 14 വേണ്ട, 15 ലക്ഷം രൂപ ചോദിക്കാം. ഒന്ന് റൗണ്ട് ആകട്ടെ, കൂട്ടി നമുക്ക് ചോദിക്കാം. അതൊന്നും നടക്കില്ല. വീടിന്റെ ആധാരം തിരിച്ചെടുക്കാനായിട്ട് ഞാൻ അച്ഛനോട് ക്യാഷ് ചോദിച്ചാലേ ഇനിയും ചോദിക്കാൻ പറ്റില്ല. ശ്രുതിക്ക് നാണോ മാനോ ഇല്ല, പക്ഷെ അതെനിക്കുണ്ട്. സ്വന്തം അച്ഛനോടായാൽ പോലും കൂടെ ക്യാഷ് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇച്ചിരി നാണോ മാനോ ഉള്ള കൂട്ടത്തിൽ തന്നെയാ. ശ്രുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി അന്വേഷിക്കുക. അത് പിന്നെ എനിക്ക് കാനഡ ജോലി കിട്ടിയല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ജോലി അന്വേഷിക്കുന്നത്? അത് സെറ്റ് ആവില്ല ശ്രുതിയോട് പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ പാർലർ നടത്തുക. ശ്രുതി കാനഡയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താവും? അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫാമിലി ആയിട്ട് പോകാം, നീ കാനഡയിലേക്ക് വാ. അത് ഞാൻ ഇവിടെയല്ലേ പാർലർ നടത്തുന്നത്, എങ്ങോട്ടും വരാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി ഇവിടെയല്ലേ, ഇവിടെ തന്നെ ജോലി ചെയ്ത് അവർക്കൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് പിന്നെ ശ്രുതി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ അല്ലേ പറഞ്ഞത് ഒരു നല്ല ജോലി കണ്ടെത്താന്? അത് കണ്ടെത്തി, ഇപ്പൊ നീ തന്നെ പറയുന്നു അത് വേണ്ടാന്ന്. ഇതെന്തൊരു കഷ്ടമാ. അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അതിനും വേണ്ട ക്യാഷ്. ശരി, ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിക്കോളാം. നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് എങ്കിലും മേടിച്ചതാ, പ്ലീസ് പ്ലീസ് ശ്രുതി. ഓ, എന്റെ പൊന്നു ശ്രുതി, ആദ്യം ശ്രുതി 6 മാസമെങ്കിലും ഒരു ജോലി ചെയ്ത് കാണിച്ചതാ. അതിനുശേഷം നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. ഇതിപ്പം ഏതാണ്ട് അതുകൊണ്ട് ആദ്യം ജോലി ചെയ്യും.
അപ്പം എനിക്ക് ബിസിനസ് നടത്താനുള്ള കഴിവില്ലെന്ന് പരോക്ഷമായിട്ട് പറഞ്ഞല്ലേ നീ? അതെ, പരോക്ഷമായിട്ട് പറഞ്ഞതാണെന്ന് കൂട്ടിക്കോ. ഒരിടത്ത് പോലും ഉറച്ചു നിൽക്കാത്ത സുധി എങ്ങനെ ബിസിനസ് നടത്തും? ലക്ഷങ്ങൾ ഇറക്കി ബിസിനസ് നടത്തിയേ അത് പൊട്ടിയാലും സുധി ചിരിച്ചുകൊണ്ട് ഒരു കൂസലുമില്ലാതെ മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. സുധിക്ക് കൂസലുണ്ടാവില്ല. കാരണം നഷ്ടപ്പെട്ടത് സുധി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലല്ലോ. അധ്വാനിക്കാൻ സുധിക്ക് ഒട്ടും അറിയില്ല. ആദ്യം അധ്വാനിക്കാൻ വേർപ്പിന്റെ അസുഖമുള്ള ആളല്ലേ, പിന്നെ എങ്ങനെ അധ്വാനിക്കാനാ? അപ്പം നീ എന്നെ പരിഹസിക്കുവാണോ ശ്രുതി? അതെങ്കിലും മനസ്സിലായല്ലോ. ഓ, സമ്മതിച്ചു തന്നു. എന്റെ പൊന്നു സുധി, സുധിക്ക് ക്യാഷിന്റെ വില അറിയില്ല. ആദ്യം ക്യാഷിന്റെ വില അറിയണം, എങ്കിലേ ബിസിനസ് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. നീ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? ക്യാഷിന്റെ വിലയൊന്നും അറിയാത്തവനല്ല ഞാന്. ക്യാഷിന്റെ വില അറിയാമെങ്കിലേ സുധിയുടെ അച്ഛൻ റിട്ടയർഡ് ചെയ്തപ്പോ കിട്ടിയ 50 ലക്ഷം രൂപ ഏതോ ഒരു പെണ്ണിന് കൊടുത്ത് തൊലയ്ക്കുമായിരുന്നോ? അത് അത് പിന്നെ നീ എന്താ ശ്രുതി പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെ ആയിട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി, സോറി, ഞാന് അങ്ങനെ വേറൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല, അറിയാതെ പറഞ്ഞങ്ങ് പോയതാ. വീട്ടില് സച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതെന്നെ പറഞ്ഞ് കുത്തി നോവിക്കുമായിരുന്നു. ഇപ്പതേ നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാലേ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് നടന്നു പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ പുറകെ ശ്രുതി പറഞ്ഞു, അയ്യോ ഞാനൊന്ന് പറയട്ടെ, നിക്ക് ശ്രുതി നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നിങ്ങനെ പറഞ്ഞിങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയാണ്. നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് എന്തൊക്കെയോ ശ്രുതി വാരി പൊത്തുകയാണ് കേട്ടോ. രാത്രിയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയോ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കുറച്ചു മാസം മുമ്പ് ഫേസ് പാക്ക് ചെയ്യണമെന്ന് കരുതിയതാ, ഇന്ന് അതിന്റെ സമയമായത്. അതമ്മേ, ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോകും, മുഖം പളുപണാ തിളങ്ങും. നാളെ രാവിലത്തേക്ക് ആന്റിക്ക് 5 വയസ്സ് കുറവായിട്ട് തോന്നും. മുഴുവനും അടിച്ചോ, ഇത് മൊത്തം എന്റെ മുഖത്തിറണം. അപ്പം 10 വയസ്സ് കുറവായിട്ട് തോന്നൂലേ എന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും നല്ലപോലെ ക്രീമൊക്കെ ഇങ്ങനെ അടിച്ചു വാരി തേക്കുന്നുണ്ട്. എന്താ ഫേസ് പാക്ക് എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഏതായാലും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നുകയാണ് കേട്ടോ. അസ്വസ്ഥത തോന്നി നോക്കുമ്പോഴത്തേക്കും AC ഓണാണ്. അപ്പം AC ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്റെ വർഷം നീ AC കൂട്ടി വെച്ചു, എനിക്ക് തണുക്കുക, ഇതൊന്ന് ഓഫ് ആക്കുന്നുണ്ടോ, ഒന്ന് കുറച്ച് വെക്കുക എന്ന് പറഞ്ഞ് കുറച്ച് വെക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വിട്ടു. അങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വർഷം എണീറ്റില്ല. വർഷം പറഞ്ഞു, എന്താ ശ്രീകാന്ത് ഈ കാണിക്കുന്നത്? ഇതെന്തിനാ നീ AC ഇപ്പൊ ഓഫ് ആക്കിയത്? നീ എന്തിനാ കുറച്ച് വെക്കുന്നത്? അത് പിന്നെ ഓവറാ, ഇത് ഭയങ്കര തണുപ്പാ. ഇത് ഓവർ ഒന്നുമല്ല, ഇത് നോർമൽ തന്നെയാ. ഇത് ഓഫ് ആക്കിയപ്പോ തന്നെ ചൂട് വന്നു. അയ്യോ, ഇതെന്താടി നീ കാണ്ടാമൃഗത്തിന്റെ ജന്മോ? കാണ്ടാമൃഗത്തിന്റെ ജന്മൊന്നും അല്ല, എന്തൊരു ചൂടാ എന്ന് പറഞ്ഞ് നേരെ AC ചെന്ന് ഓണാക്കി കൂട്ടിയിട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, പക്ഷേ നല്ല തണുപ്പൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, രാവിലെ എനിക്ക് പനി പിടിക്കും. അത് ശ്രീകാന്തിന്റെ തോന്നല. എനിക്ക് ഉറങ്ങണമെങ്കിൽ ഇത്രയും തണുപ്പ് വേണം. തോന്നലൊന്നുമല്ല, അനുഭവിക്കുന്ന ഞാനല്ലേ. ഇതൊന്ന് ഓഫ് ആക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ഓഫ് ആക്കിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വീണ്ടും എണീച്ചിട്ട്, ഓ ഇതെന്തൊരു കഷ്ടമായത്, ഇത് പറ്റില്ല കേട്ടോ, എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, ഞാൻ ഇടാൻ പോവാ, ഞാൻ AC ഇടും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ വർഷം എടുത്ത് AC ഇടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് അത് ഓഫാക്കാൻ ചെല്ലുന്നു, വർഷ അത് ഓണാക്കാൻ ചെല്ലുന്നു. രണ്ടുപേരും കൂടെ റിമോട്ടിന് പിടിവലി. ലാസ്റ്റ് റിമോട്ട് താഴെ വീഴുന്നു. അപ്പോഴെന്തോ പെട്ടെന്ന് കറണ്ടും പോവാണ് കേട്ടോ. കറണ്ട് പോയത് മിക്കവാറും എന്തേലും അത് ചിലപ്പം ഈ ട്രിപ്പ് ആയത് വല്ലതും ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് റിമോട്ട് താഴെ വീണപ്പോഴാണല്ലോ കറണ്ട് പോയത്. അപ്പോഴത്തേക്കും ആണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു, കണ്ടില്ലേ, നീ കാരണോ കറണ്ട് പോയത്, ഞാൻ കാരണമൊന്നുമല്ല, നീ കാരണോ കറണ്ട് പോയത്. അവിടെ കിടന്ന് വീണ്ടും അടി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി നല്ല ഉറക്കമാണ് കേട്ടോ. രേവതി നന്നായിട്ട് ഉറങ്ങുമ്പോഴത്തേക്കും കറണ്ട് പോയത് അറിഞ്ഞിട്ട് രേവതി പതുക്കെ ഇങ്ങനെ എണീറ്റ് വരിക. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി അപ്പുറേന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ നമ്മുടെ രേവതിയുടെ മുഖം മാത്രം ഇങ്ങനെ സച്ചി കാണുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്, ചെറിയൊരു റൊമാൻസ് ഒക്കെ, മറ്റേ ഒരു ചെറു മെഴുകുതിരിയുടെ എങ്ങനെയൊക്കെയാണ്ടൊക്കെ പറഞ്ഞിട്ട് പാട്ട് ഞാൻ കുളമാക്കുന്നില്ല കേട്ടോ. ആ സീനും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അടുത്ത വിശേഷവും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.